മുടിയുടെ പരമ്പര എന്ന്? പേരോട് പറഞ്ഞതാണോ അവസാനം പറഞ്ഞതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അതോ പേരോട് ആദ്യം പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്? അതല്ലെങ്കിൽ പേരോട് ലാസ്റ്റ് പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്? കാന്തപുരം പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്? അല്ലെങ്കിൽ പേരോട് പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്? അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്? ഗൗരവതരമായ ചോദ്യമല്ലേ? എന്താണ് ഇതിന് പറയാനുള്ളത്? നമ്മളൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല, ഒരു കളവും പറയുന്നില്ല. നമ്മൾ കള്ളങ്ങൾ പ്രചരിപ്പിച്ചു, കട്ടു, വെട്ടി എന്നൊക്കെ പറയുകയാണ്. ഒരവാചകം പോലും ഒരു പ്രസംഗത്തിൽ പോലും ബോധപൂർവം കള്ളം പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കൂട്ടത്തിൽപ്പെട്ട മാന്യ സഹോദരനാണ് ഞാനെന്ന് അഭിമാനപൂർവ്വം പറയുകയാണ്. ഒരു കളവും എവിടെയും പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് വസ്തുതയാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് കൃത്യമായി പരമ്പരയിലൂടെ തെളിയിക്കപ്പെടാൻ സാധിക്കുന്ന പരമ്പര ഉണ്ടെങ്കിൽ എന്തിന് ഇങ്ങനെ വൈരുദ്ധ്യം പറയേണ്ടി വന്നു? എന്തിന് മാറ്റി പറയേണ്ടി വന്നു? കാന്തപുരത്തിന്റെ മകൻ ഒന്ന് വേറെ പറയുന്നു, ഇത് തന്നെയാണ് മുടിയുടെ പരമ്പര. അതേസമയം പേരോട് തിരിച്ചു പറയുന്നു, അതല്ല പരമ്പര, പരമ്പര വേറെയുണ്ട് എന്ന്. ഇത് തന്നെയാണ് പ്രശ്നം. ഇത് ഗൗരവതരമായ പ്രശ്നമല്ല. ഇതിനാണ് മറുപടി പറയേണ്ടത്. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് മറുപടി പറയുമ്പോൾ ഇരുന്ന് കരയാണ്. സക്കാഫി പറഞ്ഞ പോലെ, അഷ്റഫ് ഫൈസി പറഞ്ഞ പോലെ. ഞാൻ സക്കാഫി ഇന്ന് ട്രെയിനിൽ ഒരുമിച്ച് വരുമ്പോൾ ഞാൻ ചോദിച്ചു, സക്കാഫി കരച്ചിൽ ഉണ്ടാക്കാൻ കഴിയുമോ? അയ്യോ, അത് അഭിനയിക്കുന്ന ആളുകൾ കഴിയുന്നു. കാരണം മൂപ്പർക്ക് വരെ ശരിക്കറിയാം, അവരെ കൂടെ ജീവിച്ചാലല്ലേ. എനിക്ക് കഴിയില്ല, സത്യം പറയാനോ. ഒരു സ്ഥാനത്തും അല്ലാതെ ഇരുന്ന് കരയാണ് ഈ പ്രസംഗിച്ചിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ കൈയടക്കാൻ വേണ്ടി. അപ്പൊ ഈ കാലം വളരെ പ്രധാനമാണ്. പരസ്പര വൈരുദ്ധ്യമായ പ്രസ്താവനകൾ ഈ വിഷയത്തിൽ സാധാരണക്കാരനെ പറഞ്ഞിരിക്കുന്നത്. ഇവർ പറയുന്നത് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയതാ. ജനലക്ഷങ്ങൾ കാരന്തൂരിലില്ലെങ്കിലും ഈ സീഡികൾ വഴി ലോകവ്യാപകമായി, നെറ്റ് വഴി ലോകവ്യാപകമായി ജനലക്ഷങ്ങൾ അനുകൂലികളും പ്രതികൂലികളും കേട്ട ഈ വൈരുദ്ധ്യം ഇവിടെ പറയുന്നു, ഇതാണ് മുടിയുടെ പരമ്പര. മകൻ കാന്തപുരത്തിലെ മകനും കാന്തപുരം അതല്ല മുടിയുടെ പരമ്പര, ഇതാണ്. അവസാനം പേരോട് പറയുന്നു, അതല്ല പരമ്പര, അത് കുടുംബ പരമ്പരയാണ്. ഈ വൈരുദ്ധ്യം എങ്ങനെ വന്നു? ഉത്തരം കിട്ടാത്ത, ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്ത കാലത്തോളം എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ബുദ്ധിയുള്ള ആളുകൾ ഈ മുടിയുടെ പരമ്പര ഏത് എന്ന് വേറെ പറയാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇത് ആളുകൾ വിലയിരുത്തും. അറബ് സഹോദരൻ പറയുന്നുണ്ട്, നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പേരോട് തിരുത്തേണ്ടി വന്നത്. ഇത് ഇവരുടെ സുന്നി വോയിസ് പത്രം പ്രസിദ്ധീകരിച്ചതാ. സുന്നി വോയിസ് എന്ന് പറഞ്ഞാൽ ഇവരെ കീഴ്ഘടകമൊന്നും പ്രസിദ്ധീകരിക്കില്ല. സാക്ഷാൽ ബഹുമാന്യനായ AP അബൂബക്കർ സുന്ന പ്രിന്ററും പബ്ലിഷറുമായി കോഴിക്കോട് പ്രസിദ്ധീകരിക്കുന്ന സുന്നി വോയിസിന്റെ ഇക്കഴിഞ്ഞ ലക്കത്തിൽ ഈ പറയുന്ന മുടി കൈമാറിയ അറബി ഇവിടെ വന്നപ്പോൾ അറബിയുമായി ലേഖകൻ അഭിമുഖം നടത്തുന്നുണ്ട്. ആ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, രണ്ടാമത്തെ ചോദ്യം ലേഖകൻ ചോദിക്കുന്നത് എന്താണ്? പേജ് നമ്പർ 47, നിങ്ങൾക്ക് ഈ മുടി എവിടെ നിന്നാണ് കിട്ടിയതെന്ന ചോദ്യം. നിങ്ങൾക്ക് ഈ മുടി എവിടെ നിന്ന് കിട്ടിയതിന്റെ പരമ്പര ഏതാണെന്ന് ചോദിക്കുന്നത്, അതിന്റെ സനദ് ഏതാണെന്ന് ചോദിക്കുന്നത്. അയാൾ പറയുന്ന മറുപടി വളരെ വ്യക്തമാണ്. അയാൾ പറയുന്നു, ഈ മുടി കിട്ടിയത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന ഞങ്ങളുടെ പിതാമഹിയിൽ നിന്ന് പരമ്പരാഗതമായി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്കും അവിടുന്ന് അവിടുത്തെ പരമ്പരയിൽ തുടർന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്കും എത്തുക വഴി ലഭിച്ചതാണ് എൻ്റെ കയ്യിൽ. കൃത്യമായി ഇവരുടെ സുന്നി വോയിസിൽ എഴുതുന്നുണ്ട്. അത് വെറുതെ എഴുതിയതല്ല, ഈ അറബ് സഹോദരന്റെ അഭിമുഖമാണ്. ഇത് റാഫി ബിൻ മാലിക് റളിയല്ലാഹു കിട്ടിയ മുടിയല്ല, ഇത് കിട്ടിയത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹക്കാണ്. അവിടെ നിന്ന് ഇങ്ങനെ കിട്ടി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്കെത്തി. അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞാൽ ഇവരെ കുടുംബമല്ല, ഇവർ അഹ്ലുൽ ബൈത്തല്ല. അബ്ദുൽ ഖാദിർ ജീലാനി ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്, പരമ്പരയാണ്. തങ്ങൾ ജീലാനിക്ക് കിട്ടി. ഷെയ്ഖ് ജീലാനിന്റെ കുടുംബപരം അഹ്ലുൽ ബൈത്തിലൂടെ അങ്ങനെ വന്നിട്ട് അവസാനം ഞങ്ങൾക്ക് കിട്ടിയ പോലെ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഇപ്പൊ അടുത്ത് തുടങ്ങിയ പ്രദർശനം അത് തുറന്നു പറയുന്നുണ്ട്. ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോഴാണ് പേരോട് പറയേണ്ടി വന്നത്. അതിന് കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഞങ്ങൾ വായിച്ച സനദല്ല, ഞങ്ങൾ നെസബയാണ്, പരമ്പരയാണ്, കുടുംബ പരമ്പരയാണ്, മുടിന്റെ സനദല്ല. അപ്പൊ പിന്നെ AP അബ്ദുൽ ഹക്കീം അസ്ഹറിന്റെ പ്രസ്താവന എന്ത് ചെയ്യും? കാന്തപുരത്തിന്റെ പ്രസ്താവന എന്ത് ചെയ്യും? അതൊക്കെ കളവാന്ന് തിരുത്തിക്കോ. നമുക്ക് വിരോധമല്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. മുടിയുടെ വിഷയത്തിൽ ചില കളവുകൾ ഞങ്ങൾ സനത്തിന്റെ വിഷയത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറ്റപ്പെടുത്തൂല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിക്കും, മുടിയുടെ കളവ് മാർഗത്തിൽ വിഷയത്തിൽ കള്ളം പറഞ്ഞു സനദിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടാൽ ഈ കള്ളം പറഞ്ഞ ആളുകൾ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ജനസമൂഹം സമർപ്പിച്ചാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ വിലയിരുത്തും. അതാണ് പ്രശ്നം. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്ത് എന്ന് പറയുന്നത്. സനദ് വിശ്വാസയോഗ്യമായ പരമ്പര തെളിയിക്കപ്പെടുന്നത് വരെ വഞ്ചിതരായത്, തെളിയിക്കപ്പെടുക എന്നുള്ളത്
അതൊരു പണിയാ. ആ പരമ്പര കൈമാറുമ്പോൾ ഈ വൈരുദ്ധ്യം ചോദിക്കുമ്പോൾ കള്ളം പറഞ്ഞു സ്ഥിരപ്പെടും. കള്ളം പറഞ്ഞു സ്ഥിരപ്പെട്ടാൽ അത്തരം ആളുകളെ സ്വീകരിക്കാൻ കഴിയില്ല. ഗൗരവതരമായ വിഷയമാണ്. ഈ വിഷയത്തിന് മറുപടി പറയാൻ വസ്തുനിഷ്ഠമായി സാധിക്കില്ല. ഇതിന് മറുപടി പറയാൻ പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞിട്ട് കരയാ ചെയ്യാം. ഇതാണ് പ്രശ്നം. വസ്തുതകളോട് പ്രതികരിക്കട്ടെ. പിന്നെ ഞാൻ പറയട്ടെ, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ചെറിയ പ്രശ്നങ്ങളല്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങളൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകും. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം? ഈ പറയുന്നത് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഈ മുടി കാന്തപുരം വെറുതെ കൊണ്ടുവന്ന് അറബി കൊടുത്തതല്ല. ഇത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിൽ നിന്ന് അറബിക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു. ഇത് കാന്തപുരത്തുണ്ട് ഒരു ഉസ്താദ്, ആ ഉസ്താദ് ഈ മുടി സൂക്ഷിക്കാൻ നല്ല ആളാണ്, അവിടെ കൊണ്ടു കൊടുക്കണം സ്വപ്നം കാണിച്ചിട്ടാണ് അറബി കൊണ്ടുകൊടുത്തത് എന്നാണ് പേരോട് പറയുന്നത്. എന്നാണ് കാന്തപുരം പറയുന്നത്. ഈ കാന്തപുരം ഇങ്ങനെ നബിത്തങ്ങൾ കാന്തപുരത്തിന് കൊടുക്കാൻ ഫലിക്കുമോ എന്ന് നമ്മൾ സംശയിക്കുമല്ലോ. കാന്തപുരത്തിനെ പറ്റിയൊക്കെ നബിത്തങ്ങൾ അങ്ങനെ പറയുക. കാരണം മൂപ്പരെ കുറിച്ച് ശരിക്കും അറിയാം ഏറെക്കുറെ നമ്മുടെ നാട്ടുകാർക്ക്. അപ്പൊ അങ്ങനെ സംശയം വരാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളായി ബോധപൂർവമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നബിത്തങ്ങൾക്ക് കാന്തപുരവുമായി നല്ല ബന്ധാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ സമൂഹത്തിൽ ഇറക്കിവിട്ട പ്രഭാഷകന്മാർ ആകർഷകമായ വാഴ്വുകളിലൂടെ ഈ ജനസമൂഹത്തിന് മുമ്പിൽ കാന്തപുരവും നബിത്തങ്ങളും തമ്മിൽ നല്ല ബന്ധാണ്, ക്ലോസ് ബന്ധാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നന്നായി പ്രസംഗം നടത്തിക്കൊണ്ട് ആ പ്രസംഗത്തിന് CD മർക്കസിൽ നിന്ന് പബ്ലിഷ് ചെയ്ത് നാടിലുടനീളം നാട്ടിലും ഗൾഫിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ വർഷങ്ങളായി. ഒരു സംഭവം നിങ്ങൾ കേൾക്കണോ? ഇവർ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ, ആ നബിത്തങ്ങളേറ്റവും നല്ല ബന്ധാണ് ബോധ്യപ്പെടുത്താൻ ഈക്കക്കാരൻ ഒരു നേതാവ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിച്ചു. സ്വാഭാവികമായും തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? സ്വലാത്ത് വർദ്ധിപ്പിക്കും. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് പിടികൂടാൻ ശ്രമിക്കുന്ന ആളുകൾ എന്ന പേരിൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എളുപ്പറയാണ് ഈക്കക്കാരൻ അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു. ലാസ്റ്റ് സ്വപ്നം കണ്ടു. സ്വപ്നം ഇങ്ങനെ കണ്ടൊക്കെ നീണ്ട ക്യൂവിൽ എന്തിനാ ക്യൂ? തങ്ങളെ അപ്പുറത്തെ റൂമിലുണ്ട്, പോയാൽ കാണും. അങ്ങനെ നിന്ന് ലാസ്റ്റ് ക്യൂ അവസാനിച്ചു. റൂമിന്റെ മുന്നിലെത്തി. വാതിൽ തുറന്നിട്ട് കടന്നു നോക്കുമ്പോ അതാ വിടർന്ന പുഞ്ചിരിയുമായി ഇരിക്കുന്നത് കാന്തപുരാണ്.